അങ്ങനെയല്ല, നമുക്ക് തീർച്ചയായിട്ടും ഒരു വിശ്വാസം എന്നുള്ളതിൽ ഈ വർഷത്തിൽ ഒന്നല്ലേ ഈ ഒരു പ്രൊസഷൻ നടക്കുന്നുള്ളൂ, പാം സൺഡേയുടെ. അത് ഇന്നായിരുന്നു, അത് നടത്താൻ പറ്റാതെ വന്നു. അപ്പം മന്ത്രി തന്നെ പറയുന്നു ഇന്നലെ ഹനുമാൻ ജയന്തിയുടേതും നടത്താതെ പോയി. അവർക്കും വേദനയ്ക്കുണ്ടാവാം. പക്ഷേ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം നോക്കുക, നമുക്കറിയില്ല സെക്യൂരിറ്റി റീസൺ എന്താണെന്ന്. ഇപ്പോൾ തഹാവൂറാണ് ഇവിടെ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. 12 NIA ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ കാണാൻ കഴിയൂ. ഒരുപാട് റീസൺസ് കാണും, നമുക്കറിയില്ല നിഷാദെ. നമ്മൾ മുൻകൂട്ടി അതിനെ കാണണ്ട. പക്ഷേ ആ ഒരു വശം കണ്ണടച്ചാൽ ഈ പറയുന്നതൊക്കെ നമുക്ക് ശരിയാണെന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാം. മുസ്ലിമിനെ നോട്ടമിട്ടു, തൊട്ടുപുറകെ ഓർഗനൈസ്ഡ് വഴി ക്രിസ്ത്യാനിയുടെ കുളം തോണ്ടാൻ വരുന്നു. കള്ളന്മാരായ ക്രിസ്ത്യാനികൾ, കള്ളന്മാരായ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളായ ക്രിസ്ത്യാനികൾ, അവന്മാരും പണി മേടിക്കും ഉടനെ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കരുതാം. സമാധാനമായി തോന്നുന്നല്ലേ നിഷാദിന്? അല്ല, എനിക്ക് നിങ്ങൾ ഓർഗനൈസറോട് പറഞ്ഞാൽ മതി മറുപടി. ദീപികയിൽ കാണ്ടം ലേഖനം വന്നുകൊണ്ടിരിക്കുക എന്റെ പ്രശ്നമാണോ? ഞാൻ അങ്ങനെ എന്താ പറയുക? അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും പിന്നെ ദീപിക ലേഖനം വരുന്നത്? അല്ല, ഓർഗനൈസർ മറുപടി പറഞ്ഞത് ദീപികയിൽ കാണ്ടം ലേഖനം വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ പറഞ്ഞിരുന്ന കാര്യം എന്തിനാ നിങ്ങൾ ദീപിക ലേഖനം? നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ പിൻവലിച്ചിട്ടും ലേഖനത്തിന്റെ കാമ്പ് നിഷേധിക്കാൻ RSS തയ്യാറായിട്ടില്ല എന്ന് മിനിഞ്ഞാന്ന് എഴുതിയിട്ടുണ്ട് ദീപിക. ഞാനാണോ എഴുതിയത്? നിങ്ങളുടെ പിതാക്കന്മാർ എഴുതുന്ന ലേഖനമല്ലേ? നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ നിയമപരമായിട്ടാണ് നിങ്ങൾ പേടിക്കുന്നില്ല. അബദ്ധമായതുകൊണ്ടല്ല, അതിൽ പറയുന്നു ഈ രാഷ്ട്രീയ ഉദ്ദേശം അബദ്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ. അബദ്ധം എന്നൊന്നും പറഞ്ഞ് ആരെയും തിരിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ചെയ്യുന്നതിന് മുക്കാലും അബദ്ധമാണ്. പക്ഷെ ശരി ശരി, കോടതി നിൽക്കാതിരിക്കട്ടെ. ഇതൊക്കെ കോടതിയിൽ നിൽക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രത്യാശ. ശ്രീ റിജു പറയാൻ കഴിയില്ലേ? ശരി ശരി ശരി, നോക്കട്ടെ. അല്ല, കോടതിയുണ്ട് പ്രത്യാശ. നിഷാദേ, ശരി ശരി ശരി, താങ്കളുടെ പോയിന്റ് ഞാൻ കേട്ടു. റിജു കാഞ്ഞൂക്കാരൻ, ഇതിനകത്ത് നോക്കൂ, ഡൽഹിയിൽ ഇപ്പോൾ തഹാവൂർ റാണയുണ്ട്. അവിടെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്, സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്നത്. ഇപ്പോൾ 7 കിലോമീറ്ററോളം ഉണ്ടല്ലോ. ഇപ്പോൾ സെൻറ്റ് മേരീസ് പള്ളിയിൽ നിന്ന് ഈ തിരുഹൃദയ ദേവാലയം വരെ നല്ല ദൂരമുണ്ട്. അത്രയും സമയത്ത് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി മാനേജ് ചെയ്യാൻ ഡൽഹിയിലെ പ്രത്യേക